വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആക്ച്വലി എൻ്റെ കിച്ചണിലുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വെച്ചാൽ എല്ലാവരും എളുപ്പപ്പണിയുടെ ആൾക്കാരായിരിക്കും അല്ലേ. എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ജോലി ചെയ്ത് തീർക്കാം എന്നായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വർക്കിന് പോകുന്ന സമയത്തൊക്കെ ഈ രാവിലെ മുതൽ കുക്ക് ചെയ്യുക, അതേപോലെ പാത്രങ്ങൾ കഴുകുക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കുറച്ച് ഈസി ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഐറ്റംസ് എൻ്റെ കിച്ചണിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് പ്രോഡക്ട്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടാവും, പക്ഷേ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏതെങ്കിലും വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. മുന്നത്തെ ഹോം ടൂറിൻ്റെ വീഡിയോയിൽ ഞാൻ നമ്മളെ കിച്ചണൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങളങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ മാറിയിട്ട് ഏകദേശം 2 മാസമായപ്പോഴാണ് ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഐറ്റംസും കൂടി കിച്ചണിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അന്ന് വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് ആൾക്കാർ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ടർ പ്യൂരിഫയറിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ഹോം ടൂറിൻ്റെ വീഡിയോയിൽ കുറേ അധികം കമൻസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഞാൻ ഹോം ടൂർ ചെയ്ത സമയത്ത് കിച്ചണൊക്കെ കംപ്ലീറ്റ് കാണിച്ചതാണ്. എന്നാലും അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്നും കൂടി ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞിട്ട് പോകാം കേട്ടോ. ഫസ്റ്റ് കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഉള്ളത് ഈ ഒരു ഫ്രിഡ്ജാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇന്നെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കാണിച്ചു തരാമെന്നുള്ളതല്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ ഒരു വാട്ടർ പ്യൂരിഫയർ കേട്ടോ. ദുബായിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിങ്ങനെ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാറില്ല. കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ക്യാനിലുള്ള വാട്ടറാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു, ക്യാനിലുള്ള വാട്ടറായിരുന്നു ഞങ്ങൾ കുറേ കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം ഞങ്ങൾ വെറുതെ ദാനൂബ് ഹോംസിൽ കുറച്ച് ഫർണിച്ചേഴ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു വാട്ടർ പ്യൂരിഫയർ അവിടെ കാണുന്നത്. ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല കേട്ടോ, അവിടെ 2-3 ബ്രാൻഡ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ പല വേരിയൻറ്റിലുള്ള വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നോക്കിയ സമയത്ത് ഇത് കുറച്ചും കൂടി അഫോർഡബിളായി തോന്നി. അത് മാത്രമല്ല നമുക്കിതിൻ്റെ വെള്ളം ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ തരും കേട്ടോ. അപ്പം ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. നല്ല ഫിൽറ്റർ വാട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്യൂരിഫയർ വാങ്ങിച്ചു കേട്ടോ. അവിടെ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ ഏകദേശം 2 കൊല്ലമായി യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ പഴയ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ സെയിം വാട്ടർ പ്യൂരിഫയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം വേറൊരു വീട് ഷിഫ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ റെൻറ്റിനൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കൊല്ലം കഴിയുമ്പോൾ മാറുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ റീപ്ലേസ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ അവരുടെ ടീമിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നിട്ട് ഇത് റീപ്ലേസ് ചെയ്ത് തരും. 100 ദിറംസ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമില്ല. ചില ബ്രാൻഡ്സിലൊന്നും ഇങ്ങനെ റീപ്ലേസ്മെൻറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ വെറുതെ വാങ്ങിച്ച സാധനം അവിടെ തന്നെ കളഞ്ഞിട്ട് വരേണ്ട ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ 3 ഫിൽറ്റർ എക്സ്ട്രാ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്ന കാര്യമൊന്നും നമ്മളങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇവിടെ ഇങ്ങനെ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ലൈറ്റ്സ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് എപ്പോഴാണ് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൂ ഫുള്ള് തീരുമ്പോഴും അതേപോലെ ഈ ഗ്രീൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ലൈറ്റ് കത്താത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഫിൽറ്റർ മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവരൊന്ന് നമുക്ക് ഒരു ക്ലാസ് പോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമ്മൾ വെറുതെ കുറേ പൈസ നമ്മൾ ഈ വാട്ടർ ക്യാനിലൊക്കെ ചിലവ് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്ററാണ് ഇങ്ങനത്തെ ഒരു പ്യൂരിഫയർ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വേർത്താണ് കേട്ടോ നിങ്ങൾ മേടിക്കുക. കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ മേടിക്കുന്ന സമയത്ത് 700 ദിറംസ് അടുപ്പിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ റേറ്റ് എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഒക്കെ ഡയറക്റ്റ് വേണമെങ്കിൽ മിനാനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഫിക്സിംഗ് ഒക്കെ അവർ വന്ന് ചെയ്തു തരും കേട്ടോ. നെക്സ്റ്റ് ഇവിടെ ഒരു വെസൽ ട്രേ ആണ് കേട്ടോ ഉള്ളത്. വെസൽ ട്രേ അല്ല കാണിക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഷീറ്റാണ് എനിക്ക് കാണിക്കാനായിട്ടുള്ളത്. ഇത് വന്നിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു ഷീറ്റാണ് കേട്ടോ. അതാണ് ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ നനവൊന്നും ഒട്ടും നമ്മളുടെ ഈ ഒരു ടൈൽസിലേക്ക് വരില്ല. കംപ്ലീറ്റ് വെള്ളം ഇതിലിങ്ങനെ അബ്സോർബ് ആയിട്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അടിയിലത്തെ ട്രേ കാണാണ്ടായപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഷീറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും വിരിക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വെസൽസൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വെള്ളം ഇതിങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ. അത് മാത്രമല്ല ഇതും വെറ്റായിട്ടൊന്നും ഫീലേ ചെയ്യില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് വെയിലത്തിട്ടിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ.
നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു എയർ ഫ്രയർ ആണ്. എയർ ഫ്രയർ ആക്ച്വലി ഞങ്ങൾക്ക് വലിയ യൂസ് ഒന്നുമില്ല, ഇത് ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറുമില്ല. ഞങ്ങൾക്ക് കൂടുതൽ മറ്റേ പോലെ കഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഈ എയർ ഫ്രയർ അങ്ങനെ വലുതായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയുള്ള പ്രൊഡക്റ്റാണ്. കുറേ ആൾക്കാർ ഇതിലാണ് അധിക സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കണം എന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ എയർ ഫ്രയറിൽ അങ്ങനെ നമ്മൾ ഈ പൊരിച്ചെടുക്കുന്ന ചിക്കനും ടേസ്റ്റ് കിട്ടില്ല. ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും എയർ ഫ്രയർ യൂസ് ചെയ്യുക. ഞങ്ങളങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരേ അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ഇത് യൂസ് ചെയ്യാറില്ല. ഇടയ്ക്ക് ഞങ്ങൾ ചിക്കനൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേത് ഇങ്ങനെ യൂസ്ഡ് ആയിട്ട് ഇതിലേക്ക് മാറാൻ വേണ്ടി കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റമാണ് ഈ അടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മളെ ചോപ്പറാണ്. ഇത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ചോപ്പറാണ് കേട്ടോ. നമ്മൾ സാധാരണ കൈകൊണ്ട് ഇങ്ങനെ വലിക്കുന്ന ചോപ്പറായിരുന്നു ഞങ്ങളടുത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് പോട്ടോ, ഒരു മാസത്തിൽ തന്നെ 2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ മാറ്റേണ്ടി വരും. ഇങ്ങനെ നമ്മളുടെ ഈ ഉപ്പേരിക്ക് കരിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകാറുണ്ട്. കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു ചോപ്പർ കണ്ട്. പക്ഷേ ഇതിൻ്റെ ചെറിയ സൈസായിരുന്നു ഞാൻ കണ്ടത്. ഓർഡർ ചെയ്തപ്പോൾ അത്ര വലുതായി പോയതാണ്. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ചോപ്പ് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ അതുപോലെ ചപ്പാത്തി മാവ് ഇതിൽ കുഴയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം അത് ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വീറ്റ് പൗഡർ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ മാവ് നന്നായിട്ട് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളായി ഫീൽ ചെയ്തു. അപ്പോൾ ഇത് വന്നിട്ട് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്, ഗ്ലാസിൻ്റെ ആണ് വരുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്, പക്ഷേ ഈ ഒരു സംഭവം ഗ്ലാസ് ആണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലേഡ് കണ്ടോ നിങ്ങൾ, ഭയങ്കര ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ് കേട്ടോ വരുന്നത് ഇതിന്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. നമുക്കിങ്ങനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ താഴത്ത് ഇതേപോലത്തെ ഒരു റബ്ബർ ഉണ്ട്. കാരണം ഇത് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഈ റബ്ബറിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഇതങ്ങനെ മൂവ് ചെയ്യില്ല. പിന്നെ ഇതാണ് അതിൻ്റെ ശരിക്കത്തെ മോട്ടർ എന്ന് പറയുന്നത്. നമ്മൾ പ്ലഗ് ചെയ്യുക, 2 സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ട് കേട്ടോ. സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് നോർമൽ സ്പീഡും സെക്കൻഡ് സ്വിച്ച് എന്ന് പറയുന്നത് ഹൈ സ്പീഡും ആണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ടോപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ വെക്കുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ 1 or 2 സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര എളുപ്പപ്പണിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ ആസ്തെറ്റിക് ലുക്ക് കണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ ഒരു നെക്സ്റ്റത്തെ പ്രോഡക്റ്റ് ആസ്തെറ്റിക് ലുക്ക് കണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ജാറാണ് കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കാൻ പറ്റിയ പോലത്തെ ഒരു ജാറാണ്. ഇത് ആക്ച്വലി നമ്മൾ കട്ടൻ ചായയൊക്കെ വെച്ച് കുടിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കട്ടൻ ചായ കുടിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഒരു ഗ്ലാസിൻ്റെ കപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ചായപ്പൊടി ഇടുക, ഓക്കെ. എന്നിട്ട് ഈ സാധനം ഇതിനുള്ളിലേക്ക് അങ്ങ് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ചായപ്പൊടി വേസ്റ്റ് ആവില്ല. ആൻഡ് ഇതിനുള്ളിലുള്ള ചായപ്പൊടി വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി ഞാൻ വീണ് പോയത് ഇതിൻ്റെ ലുക്ക് കണ്ടിട്ടാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ, കരി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇത് വുഡാണ്. അപ്പോൾ നമ്മളെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വുഡ് ഭയങ്കര ഹീറ്റായിട്ട് ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളൊരു പ്രാവശ്യം ഗ്യാസിൻ്റെ മുകളിൽ വെച്ച സമയത്ത് ഇതൊന്ന് ഹീറ്റായിപ്പോയി. എന്നിട്ട് ഇതിൻ്റെ കളർ നന്നായിട്ട് മാറി കേട്ടോ. അപ്പോൾ ഇത് പൊട്ടോ ഇല്ലയെന്നൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. പക്ഷേ എന്നാലും ഇത് ഭയങ്കര യൂസ്ഫുള്ളായി ഫീൽ ചെയ്തു. നമുക്കിങ്ങനെ ചൂടുവെള്ളമൊക്കെ പെട്ടെന്ന് തിളപ്പിക്കണമെങ്കിലൊക്കെ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ കാണാനും നല്ല ക്യൂട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ വെച്ചിട്ടുള്ളത് ഓവനാണ്. ഓവൻ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓവൻ അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഗ്യാസ് വരെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ദമാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു ട്രേ ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഡ്രൈയിങ് ട്രേ ആണ്. ഇതും നമ്മൾ മേടിച്ചതല്ല, ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്. ദുബായിൽ ഇപ്പോൾ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് വളരെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ വളരെ കുറവാണ്. അത് മാത്രമല്ല നമുക്കിങ്ങനെ ഡ്രൈ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനൊന്നും അങ്ങനെ ഇല്ല.
വെസൽ ഡ്രൈയിങ് ട്രേ ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനമൊക്കെ ഡ്രൈ ആവാണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പാത്രം കഴുകിയിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കാണ്ട് നമ്മൾ ഈ ഒരു ട്രേയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രേയിലേക്ക് കംപ്ലീറ്റ് വെള്ളം അങ്ങ് ഇറങ്ങിപ്പോട്ടോ. അത് മാത്രമല്ല ഇത് വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടിയാണ്. നമ്മളെ വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഡ്രൈ ആയി പോയിക്കോളും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ അത് മാത്രമല്ല ഇത് നല്ല വലുപ്പമുള്ളതുകൊണ്ട് നമുക്ക് കുറേ അധികം പാത്രങ്ങൾ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സംഭവം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഐറ്റം ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ചും ദുബായിൽ നമുക്കിങ്ങനെ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസസ് വളരെ കുറവാണ്. നമുക്കങ്ങനെ ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് ഒന്നുമില്ല നാട്ടിലത്തെ പോലെ. അപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഡ്രൈ ആവാനൊക്കെ വെക്കുകയാണെങ്കിൽ ഇതെന്താ പറയുക, നമ്മളിങ്ങനെ ഈ ഒരു സ്ലാബിൻ്റെ മുകളിൽ തന്നെയായിരിക്കും വെക്കുന്നത്. അതിന് പകരമായിട്ട് ഇങ്ങനത്തെ ഒരു ട്രേ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പാത്രങ്ങളും ഇവിടെ വെച്ചിട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ അടുത്താണ് ഈ ഒരു ഐറ്റത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലായത് കേട്ടോ. നമ്മളെ സ്വന്തം ഡിഷ് വാഷർ. ഇത് കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് ഏകദേശം 8 മാസം 9 മാസമൊക്കെ ആയി. പക്ഷേ ഇതുവരെ നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഡേ നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാധനം യൂസ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായത്. കാരണം നമ്മൾ പാത്രം കഴുകുക എപ്പോഴും സിങ്കിലിട്ടിട്ടാണ്. എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയത് അങ്ങനെ സിങ്കിൽ തന്നെ പാത്രങ്ങൾ കഴുകുന്നതാണ്. പക്ഷേ ഈ സാധനം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് തോന്നി നമുക്ക് ഒരു വലിയ പരിപാടിയൊക്കെ വീട്ടിൽ നടക്കുക, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഡിഷ് വാഷർ. ഏറ്റവും കൂടുതൽ നമ്മളെ സമയം പോകുന്നത് പാത്രം കഴുകിയിട്ടാണല്ലേ. പറ്റിയൊരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഡിഷ് വാഷർ. നമ്മൾ ഇതിലേക്ക് സാധനങ്ങൾ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയായിരുന്നു, ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്ലീൻ ആവില്ല എന്നൊക്കെ അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് നമ്മൾ ആ വേസ്റ്റൊക്കെ ഒന്ന് തട്ടി കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി, ക്ലീനായി ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കഴുകുന്നതിനെക്കാട്ടും ഭയങ്കര വൃത്തിയായിട്ടാണ് കിട്ടുക. കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇൻഡസിറ്റിൻ്റെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക, ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. എന്നിട്ട് നമ്മളുടെ ലിക്വിഡ് ഇല്ലേ, നമ്മൾ ഡിഷ് വാഷർ ലിക്വിഡ് ഈ ഒരു സാധനത്തിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആയി വരും. ഇവിടെയാണ് നമ്മളുടെ ടാബ്ലറ്റ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് ഡിഷ് വാഷറിൽ ഇട്ട് കൊടുക്കുന്ന ടാബ്ലറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴ്ത്ത് കൊടുക്കുക, ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ് ഏതാണെന്നുള്ളത്. കറക്റ്റായിട്ട് നമ്മളെ പാത്രങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. സ്പൂൺസ് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ നമുക്ക് താഴത്തും പ്ലേറ്റ്സും അതേപോലെ നമ്മളെ വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ജസ്റ്റ് അത് പുഷ് ചെയ്ത് കൊടുക്കുക, ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് എക്കോ ഉണ്ട്, അതേപോലെ 65 ഡിഗ്രി ഉണ്ട്, 55 ഡിഗ്രി ഉണ്ട്, 50 ഡിഗ്രി ഉണ്ട്, പ്രീ വാഷ് ഉണ്ട്. അപ്പം ഞങ്ങളിതിൽ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് എക്കോ അല്ലെങ്കിൽ നോർമലാണ് കേട്ടോ. നമ്മൾ നോർമൽ വാഷിന് ഇത് രണ്ടും ആയിരിക്കും യൂസ് ചെയ്യാൻ അടിപൊളി. കൂടി നന്നായിട്ട് വാഷ് ചെയ്യണം. കുറേ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 65 ഡിഗ്രിയിലാണ് കേട്ടോ നിങ്ങൾ വാഷ് ചെയ്യേണ്ടത്. അതാകുമ്പോഴത്തേക്കും 3 hours ഒക്കെ എടുക്കും. ഇത് രണ്ടും ആണെങ്കിൽ 1.5 hours ആണ് കേട്ടോ എടുക്കുന്നത് വാഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ആൾക്കാരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് രാത്രിയിലാണ്. അതായത് കടക്കാൻ പോകുന്നതിന് മുമ്പേ എല്ലാം ഇതിലിട്ടിട്ട് വാഷ് ചെയ്യാൻ ഓണാക്കിയിട്ടിട്ട് പോവും. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും പാത്രങ്ങളൊക്കെ നല്ല ഡ്രൈ ആയി ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എല്ലാ വീട്ടിലും വേണ്ട ഒരു സാധനമാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് എളുപ്പമാണ് നമ്മളെ പണി. പാത്രം കഴുകാനുള്ള പണി വളരെ ഈസി ആക്കുന്ന ഒരു മെഷീനാണ് ഈ ഒരു സംഭവം കേട്ടോ. പിന്നെ നമുക്ക് പാത്രം കഴുകാനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. ടൈം അങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ. പിന്നെ ഉള്ളത് ഈ ഒരു വാഷിംഗ് മെഷീനാണ്. സോ ഇത്രയാണ് ഈ ഒരു കിച്ചണിലുള്ളത് കേട്ടോ. പിന്നെ ദുബായിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, നമുക്ക് സ്റ്റോറേജ് സ്പേസസ് വളരെ കുറവായിരിക്കും ദുബായിൽ. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിലാണെങ്കിലും അതേപോലെ തന്നെ കിച്ചണിലാണെങ്കിലൊക്കെ സ്റ്റോറേജ് സ്പേസസ് വളരെ കുറവായിരിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് നമുക്ക് സ്പേസ് ഉണ്ടാവുമല്ലോ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വളരെ ലിമിറ്റഡ് ആണ് സ്റ്റോറേജ് സ്പേസസ്. നമുക്ക് വളരെ കുറച്ച് കബേർഡ്സ് ഉള്ളൂ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രങ്ങൾ വെക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ടാസ്ക്കാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ നമുക്ക് പാത്രങ്ങളാണ് കേട്ടോ. ഞങ്ങൾക്കാണ് ഒരുപാട് പാത്രങ്ങളുണ്ട്. ഞാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് പാത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ കണ്ടാൽ ഞാൻ വിടുകയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കിച്ചണിൽ കുറേ പാത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ കിച്ചണിലുള്ള യൂസ്ഫുൾ ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ്. ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ടാഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് സൈഡിലൊരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം തന്നെ കൊടുക്കാം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാം.